ഹലോ ഗായ്സ്, വെൽക്കം ടു അവിമിയാസ് വേൾഡ്. അവിമിയാസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മള് ഇപ്രാവശ്യം ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടാണല്ലോ വന്നേക്കണം അമ്മു. ആണ്. അപ്പൊ നമ്മുടെ വീടൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ? ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാം. വീട്ടില് ഫുള്ള് ഡെക്കറേഷൻസും ക്രിസ്മസ് തീമിൽ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ യൂഷ്വലി നമ്മള് ഈ ട്രീ ഒക്കെ വെക്കുന്നത് ബാൽക്കണിയിലാണ്. ഇപ്രാവശ്യം നല്ല മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല, കാരണം കൊളാവും. അത് കാരണം കൊണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയ, നമ്മുടെ ലിവിംഗ് റൂമിന്റെ ഈ ഒരു TV യൂണിറ്റിന്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ടേബിൾ ഉണ്ടായിരുന്നു, നമ്മളവിടുന്ന് മാറ്റി. ഇനി നമുക്കത് നല്ല നല്ല ഭംഗിയായിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ കണ്ടോ നമ്മളിതുപോലെ പാക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ഈസിയാണ് ഓരോ കാര്യങ്ങൾ എടുക്കാനും. പിന്നെ എക്സ്ട്രാ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ നമ്മളിങ്ങനെ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഇതിങ്ങനെ ഓരോ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഡെക്കറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. നമ്മുടെ ട്രീ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്ക് എന്നാൽ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ അമ്മു? അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിർത്തി ഇപ്പുറത്തേക്ക് മാറ്റണം, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റണം. സതീഷ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്താലോ? ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു കാർപ്പറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ ഒരു ക്ലോത്ത് നമുക്ക് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ഡെക്കറേഷൻ ഇത്രയായി. ഇനിയുണ്ട് കുറേ ഓർണമെൻറ്റ്സ് ഇടാൻ. നമുക്ക് ഇനി ബാക്കിയത്തും കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം. ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. ഇനി ഓൾറെഡി നമ്മുടെ ക്രിസ്മസിൻ്റെ കണ്ടോ, ഓൾറെഡി നമ്മൾ ട്രീ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൽ ലൈറ്റ്സുകളൊക്കെ ഇടണം. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയയിലും ഫുള്ള് വീട് ഇതുപോലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിടാം. ഞാനിപ്പോൾ അവിടെ കിട്ടും. അപ്പോൾ ദിസ് സീസൺ ടു ബി ജോളി മെറി ക്രിസ്മസ്, ഇതൊക്കെ നമുക്ക് ഇനി എല്ലായിടത്തൊക്കെ കൊണ്ട് ഹാങ് ചെയ്യണം. അങ്ങനെ മൊത്തം ഒരു ക്രിസ്മസ് തീമിലേക്ക് നമ്മുടെ വീടിന് ഒന്ന് കൊണ്ടുവരണം. ഇവിടെയൊക്കെ ഇനി ഇടാൻ പോവാണ്. അപ്പം നമുക്ക് ഇനി ഇത് ഫുള്ള് ഫിനിഷ് ചെയ്ത് ഞങ്ങളിവിടെ സ്റ്റാർ തൂക്കാൻ പോവാണ്. ഇവിടെ ഓൾറെഡി ഇവിടുത്തെ സ്റ്റാർ ഇങ്ങനത്തെ സ്റ്റാറായിട്ട് കിട്ടുള്ളൂ. ഓൾറെഡി ഇവിടെ നമ്മൾ സ്റ്റാർ ഇട്ടു. ഇനി നെക്സ്റ്റ് ഇതുപോലെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ മാമ ഞങ്ങൾക്കത് മുകളിൽ ടൈ ചെയ്ത് തരും. കുറേ നിവർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പില്ലറുണ്ട്. അപ്പോൾ ആ പില്ലറിനെ ഇതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഞാൻ കണ്ടോ ഇവിടെ കുറച്ചായി. അവിടെ ട്രീയുടെ സെക്ഷൻസൊക്കെ കഴിഞ്ഞു. അവിടെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു ഏരിയയിൽ വീട് ആ ഒരു ഏരിയയൊക്കെ നല്ല ഭംഗിയായി. ഇനി ലൈറ്റ്സ് ഓൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോൾ ഇതുപോലെ നമ്മൾ ഡബിൾ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ പാടുണ്ട്. ഈ പ്രാവശ്യം ഇങ്ങനൊരു പ്ലാൻ വന്നു, ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ചെയ്തു വന്നു. പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് ടോപ്പിലേക്ക് ആക്കി കൊടുക്കണം. ഇതുപോലെ നമ്മുടെ നൈറ്റ് വ്യൂ ആട്ടോ ഇത്. നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പകല് കാണുമ്പോഴാട്ടോ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് റീത്ത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇതുപോലെ നമ്മൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെറി ക്രിസ്മസ് എന്നും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ കണ്ടോ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം രാത്രി 1:30 കേട്ടോ, ക്രിസ്മസിൻ്റെ നൈറ്റിൽ. ഡെക്കറേറ്റ് ചെയ്തു, ബലൂൺസ് ഫിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു
പില്ലറിനെ നമ്മളിത് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ രൂപത്തിൻ്റെ അവിടെ ദേ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടേക്ക് ഇപ്പോഴേ നേരത്തെ പ്ലേറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ക്രിസ്മസ് തീമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കിച്ചൻ്റെ എല്ലാ കബോർഡ്സിലും ദേ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ഫുള്ളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഒന്നിനും കുറവുണ്ട്. ക്രിസ്മസ് തീം തന്നെയാണ് ഫുള്ള്. എല്ലായിടത്തും നോക്കിയാലും റെഡാണ്. പിന്നെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ടേബിൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം 1:45 രാത്രി. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ടേബിൾ കേട്ടോ. ചെറുതായിട്ടുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ആ ഒരു ഏരിയയിലും ഞാൻ എഗ്ഗ് വെച്ചിട്ടും അങ്ങനെ അതെ എഗ്ഗിന് കളർ ചെയ്തതാണിത്. പിന്നെ സ്ട്രോയിൽ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തു. ഈ ഒരു ഏരിയ കണ്ടോ. പിന്നെ അത് ഇവിടെയും എല്ലാം അവിടുത്തെ ഫുള്ള് ക്രിസ്മസ് തീമാണ്. പിന്നെ പറയുകയാണെങ്കിൽ കണ്ടോ ഇത് ഈ ഒരു സെക്ഷൻ ഇവിടെ ഫുള്ള് ഒരു ബോട്ടിൽ ആർട്ട് പോലെ ചെയ്തു. എല്ലായിടത്തും ഇത് സാന്റ, പിന്നെ നമ്മളുടെ ബോൾസ്, ട്രീ, ഗിഫ്റ്റ് ബോക്സ്, പിന്നെ അതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു നമ്മൾ ട്രീയിലൊക്കെ ഇടുന്ന സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. ദെൻ ടിഷ്യൂ പേപ്പർ വെച്ചുണ്ടാക്കിയതാണത് ഈ ഒരു സംഭവം. പിന്നെ കണ്ടോ ഇത് ഈ ഒരു ഏരിയ ഒരു ക്രിസ്മസ്. നമ്മുടെ വീട് എപ്പോഴും ഒരു ക്രിസ്മസ് തീമിലായിരിക്കും കേട്ടോ. ചില സമയത്ത് ഈ പകുതി കാര്യങ്ങളൊന്നും ക്രിസ്മസ് കഴിഞ്ഞാലും മാറ്റാറില്ല. പിന്നെ അത് ഇവിടെ ഇനി മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതേ കണ്ടോ. ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് ഈ ഒരു ഏരിയയിൽ ഇതാണ് നമ്മുടെ ട്രീ. ഇത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സാന്റ, പിന്നെ ആ ഒരു മെസ്സേജ് ക്രിസ്മസിൻ്റെ, വീണ്ടും സാന്റ, ക്രിസ്മസ് തീമിലുള്ള ഹോം, ഡ്രംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെയും ഒരു ഈശോയുടെ ഒരു പിക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോയും ആ ഒരു എന്താ പറയുക ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ വരണം. ഇനി നമ്മുടെ പുൽക്കൂട് കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ പുൽക്കൂട്. എന്താ ചെറിയൊന്ന് രീതിയിലൊന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു പുൽക്കൂടാണ്. കാരണം നമുക്ക് ഉണ്ണിസെറ്റൊന്നുമില്ല ഇവിടെ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ആ പിക്ചർ വെച്ച് പ്രിൻ്റൊക്കെ എടുത്തിട്ട് സാധാ പോലെ ചെയ്തു. എൻ്റെ ഇതിലേക്ക് മാലാകമാർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയതുള്ളൂ. അപ്പോൾ ഞാനത് അങ്ങനെ പ്രിൻ്റ് എടുത്ത് ചെയ്തു. പിന്നെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇതാക്കണ്ടോ ഒരു ക്രിസ്മസ് റീത്ത് പോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ജീസസിനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഈശോ, മാതാവ്, ഔസേപിതാവ്, മാലാക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. Happy Christmas and Happy New Year 2026. ഇപ്പോൾ ഇവിടെ ബലൂൺസുകളൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഓൾമോസ്റ്റ് പക്ഷേ റെഡ് ബലൂൺ കിട്ടിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ക്രിസ്മസ് വൈബൊക്കെ ആയി ഇവിടെ. അതാ കണ്ടില്ലേ അമ്മക്കുട്ടി ഇവിടെ ഉണ്ട്. എല്ലാവരും പറഞ്ഞേക്കുമ്പോൾ കുറച്ച് റെഡി ആവുക അല്ലേ. ഇതാണ് മോർണിംഗ് വൈബ് എന്ന് പറയുന്നത്. നമ്മൾ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. മറ്റേ സ്റ്റാർ ഇവിടെ അവൈലബിൾ അല്ല. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ നനയാൻ ചാൻസ് ഉണ്ട്, ബാൽക്കണിയിൽ ഇട്ടാലും പുറത്തിട്ടാലും. പിന്നെ ഞാൻ ഇവിടെ ഒക്കെ ഇങ്ങനെ ഒരു ക്രിസ്മസ് തീമിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം. നമ്മളിവിടെ ടേബിളിൽ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതേ ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യവും നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് വരുന്നവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാനുള്ള ഒരു ക്രിസ്മസ് ഹാറ്റ് അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോർണിംഗിൽ നമ്മൾ ഫിഷ് മോളി പാലപ്പും കൂടി ആട്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ ഞങ്ങളിനി വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരട്ടെ കേട്ടോ.
സന്തോഷേട്ടൻ്റെ രാഗി ചേച്ചിയുടെ സ്പെഷ്യൽ കേക്കാണ് കേട്ടോ അത്. ഫസ്റ്റ് ജിബിൻ ആരെ കിട്ടിയേ? മേരി ക്രിസ്മസ്. ദുബായിൽ നിന്ന് ഷെയ്ഖിന്റെ വലം കൈയായ അൽ മുബറൂരി വാസുദിയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന ഒരു പ്രത്യേകതര ഒരു ഗിഫ്റ്റ് ആണിത്. അടിക്കുന്നവർ പരിമളവും വാസുദി പരിമളം പരത്തുന്നതാണ്. ആ ദക്ഷ എനിക്ക് എനിക്ക് കിട്ടിയത് സന്തോഷ്. വീണ്ടും പ്രതിഷ്ഠ നിനക്കിത് എങ്ങനെ അറിയാം? ആരാ? വിശിഷ്ടാതിഥി ആരാ? വിശിഷ്ടാതിഥി അമ്മോ. ചേച്ചി നോക്കട്ടെ ജിബി. മേരി ക്രിസ്മസ്. ഓക്കെ അതെ കപ്പ് സോസ് ഇനിയുണ്ട് ഇനിയുണ്ട്. അമ്മ എടുത്തവർത്തല്ലോ വീണ്ടും ആണ് ചേച്ചിക്ക് സാധനം. അടിപൊളി ലൈറ്റ് ഹൗസ്, അടിപൊളി സാധനം. അമ്പോ ദേ പിന്നെ കൊച്ചിന് ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ആ ദക്ഷിക്കത് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞങ്ങള് ഇതിങ്ങനെ ഒന്നും കൂടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെല്ലാവരും അല്ലേ? അങ്ങനെ ക്രിസ്മസ് ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യത്തെ? ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാട്ടോ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ പറ്റുന്നത്. അതെ, അങ്ങനെ ഇവിടെ വീട്ടിൽ ഫുള്ള് ഞങ്ങള് ഇവിടെ ഫുഡൊക്കെ കഴിഞ്ഞു, ഗെയിംസ് ഒക്കെ കഴിഞ്ഞു. ഗെയിംസ് ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പൊ സതീഷ് ചേട്ടനും നമുക്ക് വൈൻഡപ്പ് കൊടുക്കാം. അമ്മു ബൈ പറ. ഹാപ്പി ക്രിസ്മസ്. Happy Christmas. ഹാപ്പി ക്രിസ്മസ്.